സെക്ഷനിൽ പഠിക്കാൻ പോകുന്നത് എന്താണെന്ന് വെച്ചാൽ ഫയൽ ഓപ്പറേഷൻസ് ആണ്. ഒരു ഫയലിൽ നമുക്ക് എങ്ങനെ റീഡ് ചെയ്യാം, റൈറ്റ് ചെയ്യാം, എങ്ങനെ മൂവ് ചെയ്യാം, അപ്പം അതൊക്കെയാണ് നമ്മൾ അറിഞ്ഞിരിക്കുന്നത്. അപ്പം എന്താണ് ഫയൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? ഫയൽ എന്ന് പറഞ്ഞാൽ നമ്മൾ നോർമൽ ഫയൽ പോലെ തന്നെ. ഇപ്പം നമ്മളൊരു PDF എടുത്ത ഫയലാണ്, എക്സൽ ഷീറ്റ് എടുത്ത അത് ഒരു ഫയലാണ്, അപ്പോൾ PPT ആണെങ്കിൽ അത് ഒരു ഫയൽ തന്നെയാണ്. അപ്പോൾ പിന്നെ അതിലുള്ള ഡാറ്റാസ് എങ്ങനെയാണെന്നുള്ളതാണ് നമ്മൾ റീഡ് ചെയ്യേണ്ടതെന്നുള്ളത് മനസ്സിലാക്കുന്നത്. അപ്പോൾ ഇതിനായിട്ട് മെയിൻലി യൂസ് ചെയ്യേണ്ട APIs എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എഫ് ഓപ്പൺ. അതെന്ന് പറഞ്ഞാൽ ഫയൽ ഓപ്പൺ ചെയ്യാനുള്ളതാണ്. ഓപ്പൺ ചെയ്യാൻ മാത്രമല്ല, ഇപ്പോൾ ആ ഫയൽ എന്ന് പറഞ്ഞാൽ നമുക്ക് ഒരു ഫയൽ ക്രിയേറ്റ് ചെയ്യണം വിചാരിക്കുക, അതിനും വേണ്ടിയിട്ടും എഫ് ഓപ്പൺ നമുക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യൂസ് ചെയ്യാൻ പറ്റും. പിന്നെ എഫ് ക്ലോസ് എന്ന് പറഞ്ഞാൽ ഒരു ഫയൽ ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അതിന്റെ യൂസ് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മളത് ക്ലോസ് ചെയ്യണം. എഫ് പ്രിന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ റൈറ്റ് ചെയ്യുക. എഫ് സ്കാൻഎഫ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റൈറ്റ് ചെയ്യുക. ഗെറ്റ് സി എന്ന് പറഞ്ഞാൽ ഇത് റീഡ് ചെയ്യുക. പിന്നെ പുട്ട് സി എന്ന് പറഞ്ഞു കഴിഞ്ഞാലും ഇതെല്ലാതും എഫ് സി എന്ന് പറഞ്ഞ ഒരു പർട്ടിക്കുലർ ലൊക്കേഷനിൽ നിന്ന് നമുക്ക് റീഡ് ചെയ്യാം. അതായത് ഫസ്റ്റത്തെ കുറച്ച് ലൈൻസ് നമുക്ക് റീഡ് ചെയ്യണ്ട, ബാക്കിയുള്ളത് റീഡ് ചെയ്താൽ മതി. ഒരു പർട്ടിക്കുലർ ലൊക്കേഷനിലേക്ക് മൂവ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എഫ് സി എന്നുള്ളതൊക്കെ യൂസ് ചെയ്യണത്. ഇത് ഇനി എന്ന് പറഞ്ഞാൽ ഇനി ഫയൽ പോയിന്റർ എഴുതുമ്പോൾ നമ്മളിപ്പോൾ എന്ന് പറഞ്ഞാൽ ഒരു പോയിന്ററാണ് യൂസ് ചെയ്യണതിന്. ആ പോയിന്റർ യൂസ് ചെയ്തിട്ടാണ് നമ്മൾ ഇതിന്റെ കംപ്ലീറ്റ് നമ്മൾ പ്രോഗ്രാം റൈറ്റ് ചെയ്യണത്. ഓക്കെ, അപ്പൊ ഫയൽ പോയിന്റർ എന്ന് പറയുന്നത് കഴിഞ്ഞാൽ എങ്ങനെ ഡിക്ലെയർ ചെയ്യണത് ഫയൽ എന്നുള്ളതാണ് അതിന്റെ ഡാറ്റ ടൈപ്പ് ആയിട്ട് വരുന്നത്. എന്നിട്ട് ഫയൽ പോയിന്റർ എന്നുള്ളതാണ് നമ്മുടെ ഡാറ്റ ടൈപ്പിന്റെ, അതായത് നമ്മൾ കൊടുത്തുള്ള വേരിയബിൾ നെയിം. ഓക്കെ, നമുക്ക് ഇഷ്ടമുള്ള വേരിയബിൾ നെയിം കൊടുക്കാം. അപ്പൊ ഈ ഫയൽ എന്നുള്ളത് ഒരു പോയിന്റർ ആണ്, ഫയൽ പോയിന്റർ എന്നാണ് ഇതിനെ വിളിക്കുന്നത്. ഓക്കെ, അപ്പൊ ഇത് എന്ന് പറഞ്ഞാൽ ഇപ്പൊ എഫ് ഓപ്പൺ എന്നുള്ളതാണ് നമ്മളിപ്പോ കൊടുത്തിരിക്കുന്നത് അല്ലെ. അപ്പൊ ഫയൽ നെയിം ആണ് നമ്മളിവിടെ കൊടുക്കേണ്ടത്. ഇതാണ് ഇതിന്റെ ഫോർമാറ്റ്, എങ്ങനെയാണ് ഓപ്പൺ ചെയ്യേണ്ടതുള്ളത്. ഫയൽ നെയിം ഡോട്ട് TXT. ഇതും പിന്നെ എന്ന് പറയുന്നത് മോഡാണ്. ഇതെല്ലാം എന്ന് പറഞ്ഞാൽ ഡബിൾ കോട്ട്സിലാണ് കൊടുക്കേണ്ടത്. ഓക്കെ, നമ്മൾ എന്ന് പറഞ്ഞാൽ സ്ട്രിങ് ആയിട്ട് ഡയറക്റ്റ് പാത്താ കൊടുക്കണമെങ്കിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡബിൾ കോട്ട്സിനുള്ളിലാണ് കൊടുക്കേണ്ടത്. പിന്നെ വരുന്നത് പറഞ്ഞു കഴിഞ്ഞാൽ മോഡാണെന്ന് പറയുന്നത്. ഇതിപ്പോ W കൊടുത്തെന്ന് പറഞ്ഞാൽ റൈറ്റ് മോഡാണ്. നമുക്ക് ഡിഫറെന്റ് മോഡ്സ് ഉണ്ട്. ഓക്കെ, ആ ഡിഫറെന്റ് മോഡ്സ് എന്ന് പറഞ്ഞാൽ ഈ R എന്ന് കൊടുത്തുകഴിഞ്ഞാൽ റീഡ് ഓൺലി ആണ്. അതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റീഡ് ഓൺലി ഫയലിലാണ്. RB എന്ന് കൊടുക്കുന്നത്, B എന്നുള്ളത് പറഞ്ഞു കഴിഞ്ഞാൽ ബൈനറി മോഡാണ്. അപ്പൊ R എന്നും കൂടി ചേർന്ന് കഴിഞ്ഞാൽ അത് റീഡ് മാത്രമുള്ള ചെയ്യുന്നതാണ്, റീഡിങ് ഇൻ ബൈനറി മോഡ്. W എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റൈറ്റ് ചെയ്യാനുള്ളതാണ്. അതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റൈറ്റ് ചെയ്യാൻ വേണ്ടി മാത്രമാണ് നമ്മൾ W യൂസ് ചെയ്യുന്നത്. WB എന്നാണെങ്കിൽ അത് ബൈനറി ഓപ്പൺ ഫോർ റൈറ്റിംഗ് ഇൻ ബൈനറി മോഡ്. ഓക്കെ, ഇനി A എന്ന് പറഞ്ഞു കഴിഞ്ഞാല് അതെന്ന് പറഞ്ഞു കഴിഞ്ഞാല് നമുക്കെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപ്പൻഡ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളതാണ്. If a file is opened successfully, fopen loads into the memory and set up a pointer that points to the last character in it. അപ്പോൾ ഓൾറെഡി ആ ഫയൽ കുറെ വേരിയബിൾ എഴുതി വെച്ചിട്ടുണ്ടാവും, ഓൾറെഡി എക്സിസ്റ്റ് ഉള്ള ഫയലായിരിക്കും. അപ്പൊ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ മേലെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലാസ്റ്റ് ലൈനിലാണ് ഇത് എഴുതുക. AB എന്ന് പറഞ്ഞ ബൈനറി ഫയലാണ്. നമുക്ക് എന്ന് പറഞ്ഞാൽ ടെക്സ്റ്റ് ഫയലും ഇതിൽ എഴുതാൻ പറ്റും. ഓക്കെ, അപ്പൊ മോഡൽ എന്ന് പറഞ്ഞാൽ R പ്ലസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, if it is usable, open the file and send a pointer that pointed the first character. റീഡ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള R പ്ലസ് എന്ന് പറഞ്ഞത്. W പ്ലസ് എന്ന് പറയുകയാണെങ്കിൽ ഓവർ റിട്ടേൺ ഇഫ് ഫയൽ എക്സിസ്റ്റ്, ഓവർ റിട്ടേൺ ചെയ്യാൻ വേണ്ടിയിട്ടും നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. ഓക്കെ, W പ്ലസ് എന്ന് പറഞ്ഞാൽ. ഇനി നമുക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഇതിന്റെ APIs നോക്കാം. ഓപ്പൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഓപ്പൺ, അതിന്റെ മോഡ് ഇതാണ് എഫ് ഓപ്പൺ. ഓക്കെ, നമുക്കിനി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നേരെ പ്രോഗ്രാമിലേക്ക് കടക്കാം. ഇതെങ്ങനെയാണ് യൂസ് ചെയ്യേണ്ടതെന്നുള്ളതൊക്കെ നമുക്ക് നോക്കാം. ഇപ്പൊ ഞാനിവിടെ ഒരു ഫയൽ ഉണ്ടാക്കിയിട്ട് ടെക്സ്റ്റ് ഫയൽ, അതിൽ എന്ന് പറഞ്ഞാൽ ഹലോ ഹൗ ആർ എന്ന് കൊടുത്തിട്ടുണ്ട്. ക്യാരക്ടർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേറെ 1 2 3 അങ്ങനെ ഒരു 9 0 വരാം. ഓക്കെ, നമ്മളിപ്പോ ഫസ്റ്റ് ഞാനൊരു ബഫർ ഉണ്ടാക്കി, റീഡ് ചെയ്യാനുള്ള ബഫർ ഉണ്ടാക്കി. പിന്നെ എന്ന് പറഞ്ഞാൽ എന്താണ്, ഫയൽ സ്റ്റാർ PTR. അപ്പൊ ഈ PTR ആണ് ഇപ്പൊ എന്റെ ഫയൽ പോയിന്റർ. ഇനി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് റീഡ് ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് നോക്കാം. ഓക്കെ, we'll try to write something on that file. Okay, അപ്പൊ നമുക്ക് ആദ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ആ ഫയലിൽ എന്തെങ്കിലും റൈറ്റ് ചെയ്യാൻ നോക്കാം, എന്തൊക്കെയാണ് റൈറ്റ് ചെയ്യേണ്ടത്. നമുക്ക് അപ്പോൾ ഫയൽ പോയിന്റർ നമ്മൾ ക്രിയേറ്റ് ചെയ്തു. ഇനി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ PTR ഈക്വൽ ടു നമ്മള് എഫ് ഓപ്പൺ.
equal to a4 ആദ്യത്തെ എന്ന് പറഞ്ഞാൽ എന്താണ് ഫയൽ നെയിം. നമ്മുടെ ഫയൽ നെയിം എന്താണ് hello.txt. ഓക്കെ. എന്നിട്ട് പറഞ്ഞാൽ മോഡാണ് രണ്ടാമത്തെ മോഡ് എന്ന് പറയുമ്പോൾ എന്താണ് W. അതും ഡബിൾ കോഡ്സിൽ നമ്മൾ എഴുതി. ഓക്കെ. ഇനി എന്താ വേണ്ടത് ഡബിൾ കോഡ്സിൽ എഴുതി. പിന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ചെക്ക് ചെയ്യണം, എപ്പോഴും ചെക്ക് ചെയ്യണം ഈ PTR നള്ളാണെന്നുള്ളത് ചെക്ക് ചെയ്യണം. PTR നള്ളാണെങ്കിൽ എന്താണ് ഫയൽ ക്രിയേറ്റ് ചെയ്യാൻ പറ്റുന്നില്ല, അല്ലെങ്കിൽ എന്തെങ്കിലും എറർ ഉണ്ട്. അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഇത് ചെയ്യുന്നത്. പ്രിന്റ് ഓഫ് ഫയൽ ഡസന്റ് എക്സിസ്റ്റ് നമുക്ക് എഴുതാം. ഓക്കെ. ഫയൽ ഇല്ലെങ്കിൽ നമുക്ക് എഴുതാൻ പറ്റില്ലല്ലോ. എന്നിട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ താഴെ എന്ത് എഴുതുന്നുണ്ട്, നമുക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ നമുക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓക്കെ, ഇവിടെ നമ്മൾ ഓൾറെഡി ഇനീഷ്യലൈസ് ചെയ്യാം സംതിങ്. സി പ്രോഗ്രാമിംഗ്. ഓക്കെ, ഇങ്ങനെ നമ്മൾ കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നമുക്ക് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു എഫ് പുട്ട് എന്നുള്ള ഇതുണ്ട്. എഫ് പുട്ട്സ് എന്നുള്ളതിൽ പറഞ്ഞു കഴിഞ്ഞാല് ഫസ്റ്റത്തെ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് നമുക്ക് പറഞ്ഞാൽ ബഫർ. എന്ത് ബഫറാണ് നമ്മൾ കൊടുത്തുള്ളത്? ബഫറിന്റെ പേരെന്താ? നമ്മൾ STR എന്നുള്ള കൊടുക്കുക. എന്നിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് ഫയൽ പോയിന്റർ എന്താണ് PTR. ഇത്ര കൊടുത്താൽ മതി. ഓക്കെ, ഇത്ര കൊടുത്തു കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, എഫ് ക്ലോസ് ചെയ്യണം. എന്ത് ഫംഗ്ഷൻ എപ്പോഴും ഫംഗ്ഷനല്ല ഫയൽ എപ്പോഴും ക്ലോസ് ചെയ്യണം. എഫ് ക്ലോസ് എന്നിട്ട് FPTR ഞാൻ ഫംഗ്ഷൻ ക്ലോസ് എഫ് ക്ലോസിന്റെ പറഞ്ഞു കഴിഞ്ഞാൽ എഫ് ക്ലോസ് ദെൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ കിട്ടിയിട്ടുള്ള PTR. നമ്മൾ ഇതാണല്ലോ PTR ക്രിയേറ്റ് ചെയ്തിട്ടുള്ളത്. ഈ PTR ആണ് നമുക്ക് എന്ത് അസൈൻ ചെയ്യുന്നത്, ഓപ്പൺ ചെയ്യുന്നത്. പിന്നെ പറഞ്ഞു കഴിഞ്ഞാൽ PTR നല്ലതാണെന്നുള്ള ചെക്ക് ചെയ്യുന്നു. ആ PTR എഫ് പുട്ടിലേക്ക് കൊടുക്കുന്നു റൈറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. എന്നിട്ട് എഫ് ക്ലോസ്. ഓക്കെ, നമുക്ക് നോക്കി നോക്കാം എന്തുണ്ടാവണം എന്നുള്ളത്. ഓക്കെ, ഞാനിത് റൺ ചെയ്യണം. FPTR ഓക്കെ, നമ്മൾ എഫ് അല്ല കൊടുത്തില്ല, ഇവിടെ PTR കൊടുത്തില്ല. അപ്പൊ എല്ലായിടത്തും PTR തന്നെ കൊടുക്കണം. നമുക്ക് നോക്കി നോക്കാം ഇനി ഹലോയിൽ എന്താണുള്ളത് എന്നുള്ളത്. ഹലോ ഉണ്ട്, ഐ ആം ലേണിംഗ് സി പ്രോഗ്രാമിംഗ്. ഇതിപ്പോ ഞാനിപ്പോ റൈറ്റ് പ്ലസ് ആക്കി എന്തുണ്ടാവും നോക്കി നോക്കാം. ഓക്കെ, ഐ ആം ലേണിംഗ് സി പ്രോഗ്രാമിംഗ്. വലിയ വ്യത്യാസങ്ങളൊന്നുമില്ല, അത് സെയിം തന്നെയാണ് വ്യത്യാസമുള്ളത് അല്ല. അപ്പൊ എന്ന് പറഞ്ഞാൽ ഇങ്ങനെയാണ് റൈറ്റ് ചെയ്യുക. ഇനി റീഡ് ചെയ്യണമെങ്കിൽ എന്തായിരിക്കും? നമ്മളിപ്പോ എന്ന് പറഞ്ഞാൽ റൈറ്റ് ചെയ്തു. ഇനി റീഡ് ചെയ്യണമെങ്കിൽ എന്താ? റീഡ് ചെയ്യണമെങ്കിൽ എന്ന് പറഞ്ഞാൽ നമുക്കൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല. ഇതിന് എഫ് റീഡ് ആണ് ഇവിടെ യൂസ് ചെയ്യുക. എഫ് പുട്ടിന് പകരം നമുക്ക് പറഞ്ഞാൽ ഇനിയിപ്പോ ഇതിന് പകരം എന്ന് പറഞ്ഞാൽ എഫ് റൈറ്റ് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. അത് നമുക്ക് നോക്കാം. ഓക്കെ, ഇപ്പൊ തന്നെ റൈറ്റിന്റെ ഫംഗ്ഷൻ ഡിക്ലറേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതാണ്. സൈസ്, പിന്നെ എഫ് റൈറ്റ്, നമ്മൾ എത്രയാണ് പോയിന്റർ നമ്മൾ ബഫറാണിത്. പിന്നെ ബഫറിന്റെ സൈസ്, പിന്നെ എന്ന് പറഞ്ഞാൽ ഇൻഡിവിജ്വൽ ബഫറിന്റെ എന്ന് പറഞ്ഞാൽ ഓരോ എത്ര എലമെന്റ്സ് വേണമെന്നുള്ളതാണ് ചോദിക്കുന്നത്. പിന്നെ ഫയൽ സ്ട്രീം. അപ്പൊ നമുക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ എഫ് പുട്ടിന് പകരം നമുക്ക് അത് ചെയ്ത് നോക്കാം, എഫ് റൈറ്റ്. ഓക്കെ, നമുക്കപ്പോ ഇൻഡ് എന്നിട്ട് റിട്ടേൺ ടൈപ്പ് ചെയ്യാം, കാരണം ടെസ്റ്റ് ചെയ്യണ്ടേ. അപ്പൊ എന്ന് പറഞ്ഞാൽ നമുക്കിപ്പോ ഇൻഡ് ഇനിയിപ്പോ എഫ് റൈറ്റ് കറക്റ്റ് ആയിട്ട് റൈറ്റ് ചെയ്യുന്നുള്ളതുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം, ഡയറക്റ്റ് ആയിട്ട് ആദ്യം എഫ് റൈറ്റ് പിന്നെന്താണ് ഓക്കെ, നമുക്ക് ബഫറാണ്. അപ്പൊ ബഫർ എന്ന് പറഞ്ഞാൽ STR. പിന്നെന്താണ് STRന്റെ സൈസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ STR len എന്താ വരിക STR. പിന്നെന്താ വരിക 1. പിന്നെന്താ വേണ്ടി നമ്മുടെ ഫയൽ സ്ട്രീം എന്താണ് PTR. നമുക്ക് നോക്കി നോക്കാം. നമ്മൾ വലിയൊരു ക്യാരക്ടറാണ് എഴുതാൻ പോകുന്നത്. ഓക്കെ, ഇവിടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ STR തന്നെ യൂസ് ചെയ്യുന്നതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം, സ്ട്രിങ്ങിന്റെ ഹെഡർ ഫയലും നമ്മൾ ഇനീഷ്യലൈസ് ചെയ്യണം. ഓക്കെ,
റൺ ചെയ്ത് നോക്കി നോക്കാം. ഇപ്പൊ അതിനേക്കാൾ മുന്നേ നമ്മൾ ഹലോ ഡോട്ട് ടി എസ് ടിയിൽ എന്താ ഹലോ ഐ ആം ലേണിംഗ് സി പ്രോഗ്രാമിംഗ് മാത്രമേ ഉള്ളൂ. ഓക്കെ, കണ്ട. അപ്പൊ എന്തായി, ബാക്കിയുള്ള കൂടി റൈറ്റ് ചെയ്തു. ഇനിയിപ്പോ നമ്മളിപ്പോ എ പ്ലസ് ആണ് ഇവിടെ കൊടുത്തു വിചാരിക്കുക. എ പ്ലസ് ആണ് കൊടുത്തെങ്കിൽ എന്താവും? അതായത് എന്താ അപ്പൻഡ് ചെയ്യുക ചെയ്യണത് കണ്ട. ആദ്യത്തെ മേലെ പ്ലസും രണ്ടാമത്തെ എഴുതി, മറ്റേതൊക്കെ ഓവർ റൈറ്റിംഗ് ആയിരുന്നു. ഓക്കെ, ഇതെന്ന് പറഞ്ഞാൽ എന്താണ്, അതിന്റെ മേലെയാണ് നമ്മൾ റൈറ്റ് ചെയ്യുന്നത്. അതായത് ഓവർ റൈറ്റിംഗ് ആണെന്നുള്ളത് നമുക്ക് എങ്ങനെ മനസ്സിലാക്കാം? നമുക്കിപ്പോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡബ്ല്യു പ്ലസ് തന്നെ കൊടുക്കാം. ഓക്കെ, ഡബ്ല്യു പ്ലസ് കൊടുത്തിരുന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെ കൊടുത്തു നോക്കാം. റൺ ചെയ്യിക്കുക, സ്റ്റോപ്പ് ചെയ്യിക്കുക, എന്നിട്ട് റൺ ചെയ്യിക്കുക. കണ്ട, ആദ്യത്തെ സ്പേസ് ഒന്ന് പിന്നെ പറഞ്ഞാൽ ഓവർലാപ്പ് ചെയ്തു. അപ്പം അതാണ് നമ്മൾ റൈറ്റ് ചെയ്യണത്. ഇനി റീഡ് ചെയ്യണമെങ്കിൽ എന്തായിരിക്കും? ഇപ്പൊ എഫ് റൈറ്റ് യൂസ് ചെയ്തിട്ട് നമുക്ക് റൈറ്റ് ചെയ്യാൻ പറ്റും, മനസ്സിലായി. ഇനി റീഡ് ചെയ്യണമെങ്കിൽ എന്താണ്? റീഡ് ചെയ്യണമെങ്കിൽ നമുക്ക് പറഞ്ഞ എഫ് റീഡ് യൂസ് ചെയ്യാം, എഫ് ഗെറ്റ് സി യൂസ് ചെയ്യാം. ഓക്കെ, അപ്പൊ നമുക്ക് പറഞ്ഞു കഴിഞ്ഞാൽ എഫ് ഗെറ്റ് സി, ഫസ്റ്റ് എന്ന് പറഞ്ഞാൽ നമുക്ക് എഫ് ഗെറ്റ് സി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ക്യാരക്ടർ മാത്രം യൂസ് ചെയ്തിട്ടുള്ളതാണ്. അറ്റ് എ ടൈം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ക്യാരക്ടർ മാത്രം റീഡ് ചെയ്യുന്നതാണ് എഫ് ഗെറ്റ് സി. അപ്പൊ നമുക്ക് എഫ് ഗെറ്റ് സി അതിന്റെ ഫംഗ്ഷൻ പ്രോട്ടോടൈപ്പും മറ്റൊന്നും നമുക്ക് നോക്കാം. ഓക്കെ, പറഞ്ഞ എഫ് ഗെറ്റ് സി ആണ് നോക്കേണ്ടത് അല്ലെ. എഫ് ഗെറ്റ് സിയുടെ ഞാൻ പറഞ്ഞുതരാം. എഫ് ഗെറ്റ് സി എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ക്യാരക്ടർ എഫ് ഗെറ്റ് സി പിന്നെ പറഞ്ഞ എഫ് പി ടി ആർ ആണ് ഫംഗ്ഷൻ പോയിന്റർ. ഓക്കെ, അപ്പൊ അതാണ് എഫ് ഗെറ്റ് സി. അപ്പൊ നമുക്ക് പറഞ്ഞാൽ ഇപ്പൊ അതിലുള്ള ക്യാരക്ടർ ഒരു 10 ക്യാരക്ടർ നമുക്ക് പ്രിന്റ് ചെയ്യണം വിചാരിക്കാം. അപ്പൊ 4 ഇൻറ്റ് i equal to 0, i less than 10, i plus plus. ഓക്കെ, നമുക്ക് പറഞ്ഞു കഴിഞ്ഞാൽ ഞാനൊരു പുതിയൊരു ഇതുണ്ടാക്കി, അറേ ക്യാരക്ടർ എ ഓഫ് 10. ഓക്കെ, എഫ് 10 വേണ്ട, എഫ് 11 ആയിക്കോട്ടെ. എന്നിട്ട് എന്ത് ചെയ്യാ, നമ്മൾ നള്ള് കൊടുക്കുക. എന്നിട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ, ഇവിടെ എ ഓഫ് ഐ എന്താണ്, എ ഓഫ് ഐ ഈക്വൽ ടു എഫ് ഗെറ്റ് സി. എഫ് ഗെറ്റ് സി എന്താ, ഫംഗ്ഷന്റെ എന്താണ്, പി ടി ആർ. ഓക്കെ, അപ്പൊ നമുക്ക് നോക്കി നോക്കാം എന്താ ഉണ്ടാവുന്നുള്ളത്. അയ്യോ, എന്നിട്ട് നമ്മൾ പ്രിന്റ് ചെയ്തില്ല. ഓക്കെ, പ്രിന്റ് എഫ് പേഴ്സൻറ്റേജ് എസ്, പേഴ്സൻറ്റേജ് എസ് എന്താണ് നമ്മുടെ, എന്താണ് എ നമ്മൾ പ്രിന്റ് ചെയ്യട്ടെ, നോക്കട്ടെ എന്താ ഉണ്ടാവുന്നത് നമുക്ക് നോക്കി നോക്കാം. എന്താ എ ഓഫ് ഐ. ഓക്കെ, നമുക്ക് നോക്കി നോക്കാം. എ ഓഫ് ഐ ഈക്വൽ ടു /0. എന്താ പിന്നെയും അങ്ങനെ തന്നെ വരുന്നത്, സ്ലാഷ് ഇങ്ങനെ തന്നെയല്ലേ, /0. സ്ലാഷ് തന്നെയാണ്. പിന്നെന്തുകൊണ്ട് പ്രിന്റ് ആവണില്ല? എ ഓഫ് ഐ നമുക്ക് പറഞ്ഞാൽ ഇവിടെ ഒരു 16 കൊടുത്തൊക്കെ വെക്കാം.
നമുക്ക് ഇവിടെ പ്രിന്റ് ചെയ്ത് നോക്കിയോ. പ്രിന്റ് എഫ് %C AFI. എന്താണ് നമ്മുടെ ഫയലിലുള്ള എന്താണ്? ഓ, ഫയലിലൊന്നുമില്ല. ഓക്കെ, റൈറ്റ് ചെയ്യണത് എന്തെങ്കിലും ഞാൻ എഴുതിയിട്ടുണ്ട് മുന്നേ മിസ്റ്റേക്ക്. റൈറ്റ് കമന്റ് അടിച്ചുള്ള PTR കിട്ടുന്നില്ല. റൈറ്റ് ഓക്കെ. റീഡ് ചെയ്യാനുള്ള എന്തുകൊണ്ടപ്പോ ഈ എറർ വരാൻ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിവിടെ മോഡ് മാറ്റിയിട്ടില്ല, റൈറ്റ് ചെയ്യാനുള്ള മാത്രമാണ്. അപ്പൊ നമ്മൾ റീഡ് ചെയ്യാനുള്ള മോഡ് വെക്കണം. 6 ഇപ്പൊ റീഡ് ചെയ്യാനുള്ളതായി. ഇനി ആ ഫയൽ എന്തുള്ള നോക്കുക. ഓക്കെ, ഹലോ വേൾഡ്. ഓക്കെ, ഇന്നാണ് നമ്മൾ റൺ ചെയ്യിക്കുക. ഹലോ വേൾഡ് 10 ക്യാരക്ടർ. ഹലോ വേൾഡ് എന്തുകൊണ്ടാണ് ഇങ്ങനെ പ്രിന്റ് ചെയ്തിരിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ ഇവിടുത്തെ ഈ ഹലോ വേൾഡ് കൂടി പ്രിന്റ് ചെയ്യുന്നുണ്ടാണ്. നമുക്കൊന്നുകൂടി പ്രിന്റ് ചെയ്ത് നോക്കിയോക്കാം. ഹലോ വേൾഡ് എത്ര 10 വേൾഡ് എന്നുള്ള മൊത്തം പ്രിന്റ് ആയില്ല. അപ്പൊ നമ്മൾ പറഞ്ഞ ഈ ഫയലിത്തെ മൊത്തം നമുക്ക് റീഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ എന്താ വേണ്ടത്? നമ്മൾ പറഞ്ഞു കഴിഞ്ഞാൽ ലൂപ്പ് യൂസ് ചെയ്യണം. ലൂപ്പ് യൂസ് ചെയ്യുന്ന എന്താണ്? ലൂപ്പ് യൂസ് ചെയ്യണ്ടേ? അപ്പൊ നമ്മൾ ലൂപ്പ് യൂസ് ചെയ്യണമെങ്കിൽ ലൂപ്പ് വലിയൊരു ലൂപ്പ് കൊണ്ട് യൂസ് ചെയ്യാം. വൈൽ എന്ത് ചെയ്യാം? വൈൽ സി f get c ptr AFI equal to ptr. ഇതെന്ന് പറഞ്ഞാൽ നമ്മളൊരു 256 കൊടുത്തു. ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രിന്റ് എഫ് പെർസെന്റേജസ് ഇതിൽ ഹലോ വേൾഡ് കണ്ട് പിന്നെ എന്തെങ്കിലും വെക്കുക. ഹലോ. ഓക്കെ, ഇത് നമ്മൾ റൺ ചെയ്യിക്കുക. ഓ, സ്റ്റോപ്പ് ചെയ്യുക. ഒരു മിനിറ്റ്, ഒരു മിസ്റ്റേക്ക് പറ്റി. നമ്മൾ ലൂപ്പ് യൂസ് ചെയ്യുമ്പോൾ ക്യാരക്ടർ സി നോക്കി നോക്കാം. ഇപ്പോഴും വരുന്നില്ല. /0 ആണ് ഉപയോഗിച്ചിരുന്നത്. അതിന് പകരം എന്ന് പറഞ്ഞാൽ ഈ എൻഡ് ഓഫ് ഫയൽ എന്നുള്ള ഇത് യൂസ് ചെയ്യാം. ഓക്കെ, എൻഡ് ഓഫ് ഫയൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫയൽ എൻഡ് ചെയ്തു എന്നുള്ളതാണ് നമ്മൾ ചെക്ക് ചെയ്യുന്നത്. അത് ഫയൽ എൻഡ് ആയിട്ടില്ലെങ്കിൽ നമ്മൾ റീഡ് ചെയ്യുക. റീഡ് ചെയ്ത് ക്യാരക്ടറൈസ് ആണ് f-get-c റീഡ് ചെയ്യണത്. എന്നിട്ട് AFIയിലേക്ക് അത് സ്റ്റോർ ചെയ്യണം. എന്നിട്ട് I എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇൻക്രിമെന്റ് ചെയ്യണം. അപ്പൊ നമുക്ക് നോക്കി നോക്കാം ഇത് എന്താണ് പ്രിന്റ് ചെയ്യണമെന്നുള്ളത്. ഓക്കെ, ഇതാ ഇപ്പൊ ആ ഫയലുള്ള മൊത്തം നമുക്ക് റീഡ് ചെയ്യാൻ പറ്റുന്നുണ്ട്. എന്ത്? f-get-c യൂസ് ചെയ്തിട്ട്. ഇനി പറഞ്ഞ f-get-c എന്ന് പറഞ്ഞ f-gets ഉണ്ട്. അതെന്താ നോക്കി നോക്കാം. f-gets എന്ന് പറഞ്ഞിട്ട് അത് എന്താന്നുള്ളത് നമുക്കിപ്പോ നോക്കാം. f-gets പിന്നെ f-getsന്റെ പറഞ്ഞു കഴിഞ്ഞാല് നമ്മള് f-getsന്റെ പ്രോട്ടോടൈപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതാ ഇങ്ങനെയാണ് വരിക. അതായത് ബഫർ, പിന്നെ എത്ര മാക്സിമം നമ്മൾ റീഡ് ചെയ്യണം, പിന്നെ പറഞ്ഞു കഴിഞ്ഞാൽ ഫയൽ സ്ട്രീം, ഫയൽ പോയിന്റർ. ഓക്കെ, അപ്പൊ നമുക്ക് f-getsന്റെ നോക്കാം. അപ്പൊ f-getsന്റെ ആണെങ്കിൽ ഇവിടെ s ബഫർ ആദ്യം എന്താ വരിക? ബഫർ എന്ന് പറഞ്ഞാൽ നമ്മുടെ ബഫർ ഏതാ? നമുക്ക് a എന്നുള്ളത് തന്നെ കൊടുക്കാം. പിന്നെ പറഞ്ഞു കഴിഞ്ഞാൽ a, പിന്നെ പറഞ്ഞു കഴിഞ്ഞാൽ എത്ര മാക്സിമം എത്ര ക്യാരക്ടേഴ്സ് ആണെന്നുള്ളത് നമുക്ക് പറഞ്ഞു കഴിഞ്ഞാൽ 256 തന്നെ കൊടുക്കാം. ഓക്കെ, എന്നിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ റീഡ് ചെയ്യണം.
എന്നിട്ട് പറഞ്ഞാൽ നമ്മളിവിടെ പ്രിന്റ് ചെയ്യാം. ഒറ്റയടിക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ പ്രിന്റ് ചെയ്യണം. അയ്യോ, സീക്വൽ ടു എഫ് ഗെറ്റ് നോട്ട് ഈക്വൽ ടു നള്ള്. അയ്യോ, ഇത് ഇൻഫിനിറ്റ് ലൂപ്പായി. നമുക്ക് എഫ് ഗെറ്റ്സ് എന്താ റിട്ടേൺ ചെയ്യണം എന്നുള്ളത് കൂടി നോക്കണം. എഫ് ഗെറ്റ്സ് എന്താ റിട്ടേൺ ചെയ്യണത്? എഫ് ഗെറ്റ്സിന്റെ നമ്മൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് നോട്ട് ഈക്വൽ ടു നൾ എന്നാണ് കൊടുക്കേണ്ടത്. ഓക്കെ, നോട്ട് ഈക്വൽ ടു നൾ എന്ന് കൊടുത്തു കഴിഞ്ഞാല് എഫ് ഗെറ്റ് സി. ഓക്കെ, ഇവിടെ സി അല്ല, സിയുടെ ആവശ്യമില്ല. അതാണ്, സിയുടെ ആവശ്യം ഇല്ല. കണ്ട, അപ്പൊ ഇങ്ങനെയാണ് ഫയൽ റീഡ് റൈറ്റ് ഓപ്പറേഷൻസ് ചെയ്യാം. കുറെ ഫയലിന്റെ APIs ഉണ്ട്. അപ്പൊ നിങ്ങൾ അതൊക്കെ ട്രൈ ചെയ്യാം. ഓക്കെ, എങ്ങനെയാന്നുള്ളത്. അപ്പൊ കൂടുതൽ ഫയലിന്റെ ഓപ്പറേഷൻസ് വേണമെങ്കിൽ നമുക്ക് നിങ്ങൾ കമന്റ് ചെയ്ത്, അത് ഞാനപ്പോൾ ഒരു സെക്ഷൻ കൂടി വേണമെങ്കിൽ ഫയലിന്റെ ഡിഫറെന്റ് ആയിട്ടുള്ള APIs ഒക്കെ എങ്ങനെ യൂസ് ചെയ്യണം എന്നുള്ളത് വേണമെങ്കിൽ ഒന്നുകൂടി എടുക്കാം. ഇതാണ് സിമ്പിൾ ആയിട്ട് ഫയൽ റീഡിങ് ചെയ്യണത്, റൈറ്റിംഗ് ചെയ്യണത്. അപ്പൊ നിങ്ങൾക്ക് എന്റെ വീഡിയോ ഇഷ്ടമായെങ്കിൽ അപ്പൊ ലൈക്ക് ചെയ്യുക, പിന്നെ സബ്സ്ക്രൈബ് ചെയ്യുക.